ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. മാഡം, ജോർജ് കുട്ടിയൊന്നും അല്ല പ്രശ്നം, അങ്ങേരാണ് പ്രശ്നം. ജീത്തു ജോസഫ്. നിങ്ങൾ മരണമാസല്ല, കൊല്ലമാസം. ഒത്തിരി പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. ഇങ്ങനെ എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ വള്ളികളൊന്നും വരായിരുന്ന. പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇതെന്നാ പറയുന്നത്? നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. ശശി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഒരാഗ്രഹം എന്ന് പറയുന്ന ആൾക്കാർ നല്ലതുകൂടെ പറയണമെന്നാണ്. സെറ്റ് പടമാണ് ദൃശ്യം 3. പ്രത്യേകിച്ച് ഒന്നും നോക്കാനല്ല, നേരെ കയറി ബുക്ക് ചെയ്തോ. കാരണം നമ്മൾ എന്താണ് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫ്രാഞ്ചൈസിൽ നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഈ തേർഡ് പാർട്ടിലുള്ളത്. നല്ല നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ പോകുന്നൊരു പടമായിരുന്നു. ഇത് കൂടെ നീ എന്താ വേണ്ടേ? ദൃശ്യം അത് മാസ്റ്റർ പീസാ. അത് അവിടെ തന്നെ ഉണ്ട്. 2ഉം 3ഉം ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെന്റിമെന്റൽ മൂവി ആയിട്ടാ അവസാനത്തെ പടം തീരുത്. പടം കിടിക്കൊന്നും പറയാനില്ല. ഗംഭീര സിനിമ. 2 മണിക്കൂർ 45 മിനിറ്റ് എന്തുകൊണ്ട് ഈ ഒരു സിനിമ. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ദൃശ്യം 3 കണ്ട് പ്രേക്ഷകരുടെ റെസ്പോൺസ് കണ്ട് ശരിക്കും ലാലേട്ടൻ്റെ കണ്ണുകളിൽ നിന്നും ഈരനണിഞ്ഞു. ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ലാലേട്ട് ഞങ്ങൾക്ക് തരാനില്ല അല്ലേ? കൊടുക്കാനുമില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുമില്ല. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇജാതി പടം. My 21st Lalatan's SBD. Many happy returns of the day. Lalata. എന്താ മോനെ? സായിപ്പന്മാര് ഇതിനെ എഫേർട്ട് എന്നൊക്കെ വിളിക്കും. ഈ എഫേർട്ടാണ് അളിയ ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. വി ഡു എക്സ്പെക്ട് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അല്ലെങ്കിൽ ഞാൻ പറയും ഫസ്റ്റ് സെക്കൻഡും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഒബ്വിയസ്ലി ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനത്തെ എക്സ്പെക്റ്റേഷനിൽ പോകരുത്. സി, ദൃശ്യം 1ഉം 2ഉം എടുത്ത മനുഷ്യൻ അത് പറയരുത്. ഈ കേസ് അതിർത്തി വിട്ട് പോവേടാ. കല്ല അശോ, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. അണ്ണന്റെ മനസ്സ് കല്ല. Personally for me, this is Drishyam 3, this is Drishyam 2 and this is Drishyam 1. Ultimate. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പോയിട്ട് രാവിലെ വരാം. ഇതിലെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും